ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ മിലിയോ തെറാപ്പിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് മിലിയോ തെറാപ്പി? നമ്മുടെ ഓൺ എൻവയോൺമെൻറ്റിനെ നമ്മുടെ ഹീലിങ്ങിന് സപ്പോർട്ട് ചെയ്യാനും ഒരു പോസിറ്റീവായിട്ടുള്ള ബിഹേവിയർ ചേഞ്ചസിനൊക്കെ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു തെറാപ്യൂട്ടിക് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു തെറാപ്പീനെയാണ് മിലിയോ തെറാപ്പി എന്ന് വിളിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ നോക്കാം. മിലിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് വേർഡാണ്. മീൻസ് മിഡിൽ അല്ലെങ്കിൽ സറൗണ്ടിങ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ്, നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ. തെറാപ്പി വിച്ച് ഇൻവോൾവ്സ് ദി മിലിയോ ഓർ എൻവയോൺമെൻറ്റ് ഈസ് കോൾഡ് മിലിയോ തെറാപ്പി. മിലിയോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഇൻവോൾവ് ആയിട്ടുള്ള തെറാപ്പിയാണ് മിലിയോ തെറാപ്പി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി എന്നോ തെറാപ്യൂട്ടിക് എൻവയോൺമെൻറ്റ് എന്നോ വിളിക്കുന്നത്. The concept of therapeutic community was first developed by മാക്സ്വെൽ ജോൺസ് ഇൻ 1953 ഈ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഇനി ഗോൾസ് നോക്കാം. ചേഞ്ചസ് മാൽ അഡാപ്റ്റീവ് ബിഹേവിയർ ഇൻറ്റു അഡാപ്റ്റീവ് ബിഹേവിയർ. ഒരു മാൽ അഡാപ്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ അഡാപ്റ്റീവ് ബിഹേവിയർ ആയിട്ട് ചേഞ്ച് ചെയ്യുക. പ്രൊമോട്ട് ഏർലി റിക്കവറി, ഒരു കണ്ടീഷനിൽ പെട്ടെന്നൊരു റിക്കവറി ഉണ്ടാക്കുക. മിനിമൈസസ് പ്രൊലോങ്ങേഷൻ ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ പ്രൊലോങ് ചെയ്യുന്നത് മിനിമൈസ് ചെയ്യുക. പിന്നെ ക്ലയൻസിനെ ഒന്നും കൂടി വീണ്ടും സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. അവസാനമായിട്ട് പ്രൊമോട്ട് സെൽഫ് കോൺഫിഡൻസ് പ്രൊമോട്ട് ചെയ്യുക ആൾക്കാരിൽ. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഒരു പേഷ്യൻ്റെ സോഷ്യൽ എൻവയോൺമെൻറ്റ് യൂസ് ചെയ്തിട്ട് അവർക്കൊരു തെറാപ്യൂട്ടിക് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അവരെ ഒരു സ്വന്തം കെയറിൽ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആക്കി മാറ്റുക. ആൻഡ് ബിക്കം ഇൻവോൾവ് ഇൻ ഡെയിലി ആക്ടിവിറ്റീസ് ഓഫ് ഹിസ് കമ്മ്യൂണിറ്റി. അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഡെയിലി ആക്ടിവിറ്റീസിൽ അവരെ ഇൻവോൾവ് ആക്കുക. അടുത്തൊരു ഒബ്ജക്റ്റീവാണ് ടു ഹെൽപ്പ് പേഷ്യൻസ് സോൾവ് പ്രോബ്ലംസ്, പ്ലാൻ ആക്ടിവിറ്റീസ് ആൻഡ് ഡെവലപ്പ് ദി നെസസറി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ദി കമ്മ്യൂണിറ്റി. ഈ പേഷ്യൻസിന് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക, ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക, പിന്നെ അവരുടെ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഫ്രീ കമ്മ്യൂണിക്കേഷൻ, ഷെയർഡ് റെസ്പോൺസിബിലിറ്റി, അണ്ടർസ്റ്റാൻഡിങ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ഡിസിഷൻ മേക്കിംഗ്. ഇതൊക്കെയാണ് ഇതിൻ്റെ എലമെൻറ്റ്സ് വരുന്നത്. അതായത് ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഇതിൽ ഡിസിഷൻസ് മേക്ക് ചെയ്യുക, സ്വന്തം റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുക. ഇനി ഏതൊക്കെ കേസസിലാണ് ഇത് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്, അതായത് ഇത് ഏതൊക്കെ കണ്ടീഷൻസ് ഉള്ളവരിൽ യൂസ് ചെയ്യാം? ന്യൂറോസിസ് ആയുള്ളവരിൽ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ, ഡ്രഗ് അഡിക്ഷൻസ് ഉള്ളവരിൽ, അബ്യൂസ് ചെയ്തവരിൽ, ഷീസോഫ്രീനിക് പേഷ്യൻസിൽ തുടങ്ങിയ കണ്ടീഷൻസിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇൻഡിപെൻഡൻസും സെൽഫ് ഡിസിപ്ലിനും ഒക്കെ എൻകറേജ് ചെയ്യും. അത് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കും. സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇമോഷണലായുള്ള സപ്പോർട്ട് നൽകും. ഒരു ഏകാന്തതയൊക്കെ റെഡ്യൂസ് ചെയ്യും. ടീച്ചേഴ്സ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഫോർ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോപ്പിംഗ് സ്ട്രാറ്റജീസ് പഠിപ്പിക്കുക അവരെ. പ്രൊമോട്ട്സ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി, ഒരു റെസ്പോൺസിബിലിറ്റി ആൾക്കാരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു അക്കൗണ്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹെൻസ് സെൽഫ് എസ്റ്റീം ആൻഡ് കോൺഫിഡൻസ്. ഇനി ഏതൊക്കെ കേസസിൽ ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, യൂസ് ചെയ്യാൻ പാടില്ല? ഡിപ്രഷൻ്റെ കേസിൽ, മാനിയ കേസസിൽ, പിന്നെ നേരത്തെ നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ ഇത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ ഇത് യൂസ് ചെയ്യത്തില്ല. ഇനി അടുത്തത് ഇതിൻ്റെ കോമ്പോണൻസ് ആണ്. ഡെയിലി കമ്മ്യൂണിറ്റി മീറ്റിംഗ്, സ്റ്റാഫ് മീറ്റിംഗ് ഓർ റിവ്യൂസ്, പേഷ്യൻറ്റ് ഗവൺമെൻറ് ഓർ വാർഡ് കൗൺസിൽ, ലിവിങ് ബാൻ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് ഡെയിലി കമ്മ്യൂണിറ്റി മീറ്റിംഗ്സ് ആർ കമ്പോസ്ഡ് ഓഫ് 60 to 90 പേഷ്യൻസ്. 60 to 90 പേഷ്യൻസ് ഇൻവോൾവ് ആകുന്ന മീറ്റിംഗ്സ് ആണിത്. ഹെൽഡ് റെഗുലർലി ഫോർ 60 minutes, ഏകദേശം 1 മണിക്കൂറത്തോളം ഈ ഒരു മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യും. പേഷ്യൻസ് ഫീലിങ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ആർ എക്സാമിൻഡ് ബൈ അതർ മെമ്പേഴ്സ്. അതായത് ഒരു പേഷ്യൻ്റെ ഫീലിങ്സും ബിഹേവിയേഴ്സും ഒക്കെ മറ്റ് മെമ്പേഴ്സ് എക്സാമിൻ ചെയ്യും. ഫ്രാങ്ക് ഡിസ്കഷൻസ് എൻകറേജ്ഡ്. ഇതിലാണ് ഫ്രാങ്ക് ആയിട്ടുള്ള ഡിസ്കഷൻസ്, അതായത് എല്ലാവരുടെയും ഫീലിങ്സ് ഒക്കെ തുറന്ന് പോയാൽ, അവരുടെ ചിന്തകൾ ഓപ്പൺ ആയിട്ട് പോയാൽ, ഇതൊക്കെയാണ് ഇതിൽ നടക്കുന്നത്. പിന്നെ വരുന്ന പേഷ്യൻറ്റ് ഗവൺമെൻറ് ഓർ വാർഡ് കൗൺസിൽ. പേഷ്യൻറ്റ് ഗവൺമെൻറ് ഈസ് ടു ഡീൽ വിത്ത് പ്രാക്ടിക്കൽ യൂണിറ്റ് ഡീറ്റെയിൽസ് സച്ച് എസ് ഹൗസ് കീപ്പിംഗ്, ഫങ്ഷൻസ്, ആക്ടിവിറ്റി പ്ലാനിങ് ആൻഡ് പ്രിവിലേജസ്. അതൊക്കെ
എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് ഈ ഒരു പേഷ്യൻ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ. അതായത് ഹൗസ് കീപ്പിംഗ്, ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെങ്ങനെ ഫങ്ഷൻ ചെയ്യണം, എങ്ങനെയാണ് ആക്ടിവിറ്റീസ് നടക്കേണ്ടത്, ആക്ടിവിറ്റി പ്ലാനിങ്സ്, എന്തൊക്കെ പ്രിവിലേജസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓൾ ഡിസിഷൻ ഷുഡ് ബി ഫീഡ്ബാക്ക് ടു ദി കമ്മ്യൂണിറ്റി ത്രൂ ദി കമ്മ്യൂണിറ്റി മീറ്റിംഗ്സ്. ഇതിലുള്ള ഡിസിഷൻസ് ഒക്കെ കമ്മ്യൂണിറ്റി മീറ്റിംഗ്സ് വഴിയാണ് ബാക്കിയുള്ളവരെ അറിയിക്കുന്നത്. ഇനി അടുത്ത സ്റ്റാഫ് മീറ്റിംഗ് ഓർ റിവ്യൂസ്. സ്റ്റാഫ് മീറ്റിംഗ് ഷുഡ് ബി ഹെൽഡ് ഫോളോവിങ് ഈച്ച് കമ്മ്യൂണിറ്റി മീറ്റിംഗ്. ഓരോ കമ്മ്യൂണിറ്റി മീറ്റിംഗിന് ശേഷം സ്റ്റാഫ് മീറ്റിംഗ് നടക്കും. പേഷ്യൻ്റ് ആർ എക്സ്ക്ലൂഡഡ് ആൻഡ് ഓൺലി സ്റ്റാഫ് ആർ പ്രസൻറ്റ്. സ്റ്റാഫ് മാത്രമാണ് സ്റ്റാഫ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഇൻ ദിസ് മീറ്റിംഗ് ദി സ്റ്റാഫ് വുഡ് എക്സാമിൻ ദ ഓൺ റെസ്പോൺസസ്, എക്സ്പെക്ടേഷൻസ് ആൻഡ് പ്രെജുഡീസ്. അവരുടെ മുൻധാരണകൾ, മുൻവിധികൾ, അവരുടെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ്, റെസ്പോൺസസ് എല്ലാം എക്സാമിൻ ചെയ്യും. ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആർ ടു ബി പ്രൊവൈഡഡ് വിത്തിൻ ദി social milieu which should provide realistic learning experiences for their patients. അതായത് ഈ ഒരു ആൾക്കാർക്ക് ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം, ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കിയാലോ. പേഷ്യൻ്റ് ഡെവലപ്പ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് വിത്ത് അതർ മെമ്പേഴ്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയിലുള്ള മറ്റ് ആൾക്കാരുമായിട്ട് ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യും. സെൽഫ് കോൺഫിഡൻസ് ഗെയിൻ ചെയ്യും, ലീഡർഷിപ്പ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യും, തൻ്റെയും മറ്റുള്ളവരുടെയും പ്രോബ്ലംസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും സോൾവ് ചെയ്യാനും വേണ്ടിയിട്ട് ആൾക്കാർ പഠിക്കും. സോഷ്യൽ സെൻട്രിക് ആയിട്ട് മാറും, സെൽഫ് എസ്റ്റീം ഇംപ്രൂവ് ചെയ്യും, ഒരു പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് ആൾക്കാരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കുവാണെങ്കിൽ ഓൾ ബ്ലോയിങ് ബിറ്റ്വീൻ സ്റ്റാഫ് ആൻഡ് പേഷ്യൻ്റ്. അതായത് ഈ സ്റ്റാഫിൻ്റെയും പേഷ്യൻസിൻ്റെയും റോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സപ്പ് ആകും, അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആക്കും. ഗ്രൂപ്പ് റെസ്പോൺസിബിലിറ്റി ക്യാൻ ഈസിലി ബിക്കം നോബഡീസ് റെസ്പോൺസിബിലിറ്റി. അതായത് ഒരു ഗ്രൂപ്പിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, പക്ഷേ ഗ്രൂപ്പിന് ഈ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് വെച്ചിട്ട് ഓരോ ആൾക്കാരും വിചാരിക്കും അത് ഗ്രൂപ്പിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ, നമ്മുടെ അല്ലല്ലോ. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആൾക്കാരിൽ ഉണ്ടാകും. ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് കൺസേൺ മേ നോട്ട് ബി മെറ്റ്. അതായത് എപ്പോഴും ഗ്രൂപ്പായിട്ട് ഇതാക്കുന്നതുകൊണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യാതെ പോകും. പിന്നെ ഈ ഒരു മിലിയു തെറാപ്പിയിലുള്ള ക്ലയൻസ് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ സർവൈവ് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യും. അതായത് അവർക്ക് ഈ ഒരു മിലിയു തെറാപ്പിയിൽ എപ്പോഴും നമ്മുടെ ചുറ്റുപാടുമല്ലേ യൂസ് ചെയ്യുന്നത്. ആ ഒരു ചുറ്റുപാടോട് താല്പര്യമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് കഴിയുന്ന ആൾക്കാർ ഈ ഒരു ഇതിലേക്ക് ഇൻവോൾവ് ആകുമ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി ഒരു ഡിഫിക്കൽട്ടി ആൾക്കാർ അനുഭവപ്പെടും ചിലർ. പിന്നെ ടീംസ് ഇൻ മെയിൻ്റനൻസ് ഓഫ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി. ഒരു തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ ടീം മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഒരു സൈക്കാട്രിസ്റ്റ് വേണം, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വേണം, സൈക്കാട്രിക് ക്ലിനിക്കൽ നേഴ്സ് സ്പെഷ്യലിസ്റ്റ് വേണം, മെൻ്റൽ ഹെൽത്ത് ടെക്നീഷ്യൻ വേണം, സൈക്കാട്രിക് സോഷ്യൽ വർക്കർ വേണം, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് വേണം, റിക്രിയേഷണൽ തെറാപ്പിസ്റ്റ് വേണം. പിന്നെ വരുന്നത് മ്യൂസിക് തെറാപ്പിസ്റ്റ്, ആർട്ട് തെറാപ്പിസ്റ്റ്, സൈക്കോ ഡ്രാമാറ്റിസ്റ്റ്, ഡയറ്റീഷ്യൻ, പിന്നെ ചാപ്ലൈൻ. ചാപ്ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് നമ്മളൊരു റിലീജിയസ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ ലീഡർ അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാം. നമ്മൾ പഠിക്കുന്നത് നഴ്സിംഗ് ആയതുകൊണ്ട് തന്നെ ഹോൾ ഓഫ് നഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ടോപ്പിക്കിലും. ഇതിൽ നോക്കിയാൽ പ്രൊവൈഡ് ആൻഡ് മെയിൻറ്റെയിനിങ് എ സേഫ് ആൻഡ് കോൺഫ്ലിക്റ്റ് ഫ്രീ എൻവയോൺമെൻറ്റ് ത്രൂ റോൾ മോഡലിംഗ് ആൻഡ് ഗ്രൂപ്പ് ലീഡർഷിപ്പ്. ഒരു സേഫായിട്ടുള്ള കോൺഫ്ലിക്റ്റ് രഹിതമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. പല ആൾക്കാരാണ്, പല കണ്ടീഷൻസ് ഉള്ളവരാണ്. അപ്പോൾ അവർക്കൊരു റോൾ മോഡലായിട്ട് മാറുക, ഗ്രൂപ്പ് ലീഡർഷിപ്പ് ആക്ട് എടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഓൾ ഓഫ് നഴ്സിൽ ഫസ്റ്റ് വരുന്നത്. പിന്നെ ഷെയറിങ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് വിത്ത് പേഷ്യൻസ്. പേഷ്യൻസിൻ്റെ അടുത്ത് തങ്ങളുടെ ഈ ഒരു നഴ്സുമാർക്ക് ഒരു കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, അത് ഷെയർ ചെയ്ത് കൊടുക്കുക ചില പേഷ്യൻസിന്, അല്ലെങ്കിൽ പേഷ്യൻസിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ആ ഒരു റെസ്പോൺസിബിലിറ്റീസ്. എൻകറേജിങ് പേഷ്യൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഫങ്ഷൻസ്. ഡിസിഷൻ മേക്കിംഗ് ഫങ്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യുക, അവർക്ക് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക, സൂപ്പർവൈസറി ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുക. ഇനി അവസാനമായിട്ട് ഈ ക്ലയൻസിൻ്റെയൊക്കെ നീഡ് മീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എൻഷുർ ചെയ്യുക, ഉറപ്പ് വരുത്തുക. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇത് ഭയങ്കര കുഞ്ഞ് കൺസൈസ് ആയിട്ടുള്ള കാര്യമാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് പഠിക്കുക. So thank you.